ഇ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അടുത്തയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. പദ്ധതി സാധ്യമാണെങ്കിലും ചെലവ് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമാകുമെന്നാണ് വിലയിരുത്തൽ. വിശദമായ പാരിസ്ഥിതിക ആഘാത പഠനം വേണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ സമിതി മുന്നോട്ട് വയ്ക്കും. സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി പദ്ധതി സാധ്യമാണെന്ന വിലയിരുത്തലിലാണ്. നിലവിൽ 60,000 കോടിയാണ് പദ്ധതിയുടെ ചെലവ്. എന്നാൽ പദ്ധതി ചെലവ് ഇതിനേക്കാൾ ഉയരും. തൂണുകളിലൂടെയാണ് പാത പോകുന്നത്. എന്നാൽ കേരളത്തിലെ മണ്ണിന്റെ സ്വഭാവത്തിലെ വൈവിധ്യം കണക്കിലെടുത്ത് പാരിസ്ഥിതിക പഠനം വേണമെന്ന് സമിതി റിപ്പോർട്ട് ശുപാർശ ചെയ്യും. ഇത് സിൽവർ ലൈനിനേക്കാൾ മെച്ചപ്പെട്ട പദ്ധതിയാണെന്നും സമിതി വിലയിരുത്തുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന തീവ്രമായ ആഗ്രഹം സർക്കാരിനുമുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ രാഷ്ട്രീയ നിലപാടെടുത്തപ്പോൾ വീണ വികസന വിരുദ്ധർ എന്ന പേര് ഇതിലൂടെ മാറ്റുകയാണ് ലക്ഷ്യം. മെട്രോമാന്റെ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതിയും വേഗത്തിൽ ലഭിക്കുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ വിഭാവനം ചെയ്യുന്ന പദ്ധതി കാസർഗോഡ് വരെ നീട്ടണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷമാകും തീരുമാനമെടുക്കുക. പുതിയ പദ്ധതിക്കെതിരെ റെയിൽ വിരുദ്ധ സമിതി രംഗത്ത് വന്നിരുന്നു. അവരുടെയും അഭിപ്രായം സർക്കാർ തേടും. നേരത്തെ ഉപസമിതി ഉന്നയിച്ച സംശയങ്ങളിൽ ശ്രീധരൻ വിശദീകരണം നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.